ഇടപെടുകയുണ്ടായി. 110 ദശലക്ഷം മനുഷ്യരെ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം മാത്രം അമേരിക്ക എന്ന ഒരൊറ്റ സാമ്രാജ്യശക്തി കൊന്നൊടുക്കുകയുണ്ടായി. ഇതിന് എതിരെ ഈ സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഇസ്ലാമും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക സമൂഹവുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവയെ അവമതിക്കുവാനും അവഹേളിക്കുവാനും അവയുടെ മേൽ ആരോപണം ഉന്നയിക്കുവാനും സാമ്രാജ്യശക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഇറാഖിൽ അമേരിക്ക ഇടപെട്ടു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവം എന്ന് ലോകത്തിന് ഇന്ന് അറിയാം. ശാക്തിയ സന്തുലിതം നഷ്ടപ്പെട്ട 1990 ആരംഭത്തിൽ മധ്യപൂർവ്വ ദേശത്ത് തങ്ങൾക്കൊരു കോളനി ഉണ്ടാകണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചു. അങ്ങനെ കുവൈത്ത് ഭരണാധികാരിയെ സമീപിച്ചുകൊണ്ട് ഫൈലക്ക ദ്വീപ് 99 കൊല്ലത്തിന് പാട്ടത്തിന് നൽകണം എന്നാവശ്യപ്പെട്ടു. കുവൈത്ത് അത് സമ്മതിച്ചില്ല. അപ്പോൾ അമേരിക്ക തീരുമാനിച്ചു കുവൈത്തിനെ ഒരു പാഠം പഠിപ്പിക്കണം, കൂട്ടത്തിൽ ഇറാഖിനെയും തകർക്കണം. അങ്ങനെയാണ് ഇറാഖിലെ അമേരിക്കൻ അംബാസഡറായിരുന്ന ഏപ്രിൽ ഗ്രാപ്സി എന്ന സ്ത്രീ സദ്ദാം ഹുസൈൻ്റെ കൊട്ടാരത്തിൽ സന്ദർശിക്കുകയും സ്വകാര്യ സംഭാഷണം നടത്തുകയും ചെയ്തു. തുടർന്ന് സദ്ദാം ഹുസൈൻ കുവൈത്തിൽ പ്രവേശിച്ചു, അവിടെ പട്ടാളത്തെ അയച്ചു. ഉടനെ അമേരിക്ക പറഞ്ഞു പട്ടാളത്തെ പിൻവലിക്കണമെന്ന്. ഏകാധിപതിയായിരുന്ന സദ്ദാം ഹുസൈന് ഇത് സമ്മതിക്കാൻ സാധ്യമായിരുന്നില്ല. അങ്ങനെയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ 1991 ഇറാഖിൻ്റെ മേൽ ആക്രമണം അടിച്ചുവിട്ട് 1 ലക്ഷം പട്ടാളക്കാരെയും 1,30,000 സിവിലിയന്മാരെയും കൊന്നൊടുക്കിയത്. തുടർന്ന് ഉപരോധത്തിലൂടെ ഇറാഖിനെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ മേൽവിലാസത്തിൽ നടപ്പാക്കിയ ഉപരോധത്തിലൂടെ 6 ലക്ഷം കുട്ടികളെയും 5 ലക്ഷം സ്ത്രീകളെയും ഉൾപ്പെടെ 15 ലക്ഷം മനുഷ്യരെയാണ് ഭക്ഷണവും മരുന്നും കൊടുക്കാതെ കൊന്നൊടുക്കിയത്. അതുകൊണ്ടും മതിയാവാതെയാണ് പിന്നീട് അവിടെ നശീകരണായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി 10,000-കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത്. അഫ്ഗാനിസ്ഥാൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിട്ടതും ഇവിധം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ ഇറാനെ വേട്ടയാടാനുള്ള ഒരുക്കത്തിലാണ്. കാരണമായി പറയുന്നത് അവിടെ നശീകരണായുധങ്ങൾ ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ 22 ട്രില്യൺ ആണവ അന്തർവാഹിനിയുള്ള രാജ്യമാണ് അമേരിക്ക. ഈ ഓരോ ആണവ അന്തർവാഹിനിയിലും 24 മിസൈലുകൾ ഘടിപ്പിക്കുവാൻ കഴിയും. ഓരോ മിസൈലും 17 ആണവ പോർമുനകളുണ്ട്. ഈ ഓരോ ആണവ പോർമുനയിലും നാഗസാക്കിയിലും ഹിരോഷിമയിലും വർഷിച്ചതിൻ്റെ 10 ഇരട്ടി ശക്തിയുള്ള ബോംബ് വഹിക്കുവാൻ കഴിയും. അങ്ങനെ ഭൂലോകത്തെ മുഴുവൻ 20 തവണ നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങൾക്ക് അടയിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. മധ്യപൂർവ്വ ദേശത്ത് അമേരിക്കയുടെ സഹായത്തോടെ നിലനിർത്തപ്പെടുന്ന ഇസ്രായേലിൽ 200 നശീകരണ ആയുധങ്ങളുണ്ട്. പാശ്ചാത്യ മുതലാളിത്ത ശക്തികൾക്കെല്ലാം ഇതുണ്ട്. അതേസമയം ഇറാൻ ആയുധമുണ്ടാക്കുവാൻ തങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുകയില്ല, അതിന് ശ്രമിക്കുകയില്ല എന്ന് വാക്ക് നൽകിയിട്ടും ആണവ വസ്തുക്കളുടെ പരിശോധനയ്ക്ക് അനുവാദം നൽകിയ ശേഷവും ഇറാൻ്റെ നേരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതേ കാര്യമായിരുന്നു നേരത്തെ ഇറാഖിൻ്റെ മേൽ ചെയ്തത്. അങ്ങനെ ഇറാഖിനെ നശിപ്പിച്ച ശേഷം അവിടെ നിന്ന് ഒരു നശീകരണായുധവും കണ്ടെടുക്കപ്പെട്ടില്ല. ഇപ്പോൾ ഇറാനെ നശിപ്പിക്കാനും തുടർന്ന് സിറിയയും ഒരുപക്ഷെ വേണമെങ്കിൽ വെനിസുലയും ഒക്കെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അഥവാ തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്നവരെ ആയുധശക്തി ഉപയോഗിച്ച് നശിപ്പിക്കുക, ഐക്യരാഷ്ട്രസഭയുടെ മേൽവിലാസത്തിൽ ഉപരോധം ഏർപ്പെടുത്തി നശിപ്പിക്കുക തുടങ്ങിയ ഭീകര പ്രവർത്തനമാണ് ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭീകരത സാമ്രാജ്യത്വ ഭീകരതയാണ്, മുതലാളിത്ത സാമ്രാജ്യത്വ ഭീകരതയാണ്. ഗോണ്ടിനാവിലും അതുപോലെ തന്നെ അബൂ ഖുറൈബിലുമൊക്കെ നടന്ന കൊടും ഭീകരതയെ ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ പോലും തുല്യതയില്ലാത്ത, ഞാൻ ആകെ അതിന് സമാനമായി വായിച്ചത് മുമ്പ് ഏതൻസിലെ ശിക്ഷാ സമ്പ്രദായത്തെക്കുറിച്ചാണ്. ദിവസങ്ങളോളം പട്ടിണിക്കിട്ട സിംഹക്കൂട്ടിലേക്ക് മനുഷ്യരെ വലിച്ചെറിഞ്ഞു കൊടുത്ത സംഭവത്തെക്കുറിച്ച് ചരിത്രത്തിലുണ്ട്. പിന്നെയുള്ളത് പുരാതന ചൈനയിലെ ഭീകരമായ ശിക്ഷാ സമ്പ്രദായമാണ്. അതിനേക്കാളെല്ലാം ഭീകരമായ, ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഭീകരതയാണ്, ക്രൂരതയാണ് തടവറകളിൽ അമേരിക്കൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചിത്രമാണ് ഇന്നലെയും മിനിഞ്ഞാന്നും 4-ാം നാളുമൊക്കെ നമ്മുടെ പത്രങ്ങളിലൂടെ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിലെത്തുന്നത്. ഈ കൊടും ഭീകരത എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വാക്ക് ഇല്ല. മലയാള ഭാഷ ഇവിടെ ദുർബലമായി മാറുകയാണ്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സാമ്രാജ്യ ശക്തികളുടെ ഭീകരതയെയും ക്രൂരതയെയും ഹിംസയെയും വിശേഷിപ്പിക്കുവാൻ മലയാളത്തിൽ പദമില്ല. ആ സാമ്രാജ്യത്വ ഭീകരതയാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് ആ സാമ്രാജ്യത്വത്തിൻ്റെ തന്നെ ആജ്ഞാനുവർത്തികളായ ദേശീയ ഭരണകൂടങ്ങളുടെ ഭീകരതയുണ്ട്. ഈ ദേശീയ ഭരണകൂടങ്ങളുടെ ഭീകരതയും കാണും.
ഇതിനെതിരെ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വിമോചനത്തിനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടമാണ് ഇറാഖിൽ നടക്കുന്നത്, ആ പോരാട്ടമാണ് അഫ്ഗാനിസ്ഥാൻ നടക്കുന്നത്, ആ പോരാട്ടമാണ് ഫലസ്തീനിൽ നടക്കുന്നത്. ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ, വിമോചന പോരാട്ടങ്ങളെയാണ് അവയെ കോളനികളാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയും സഖ്യശക്തികളുമൊക്കെ യൂറോപ്പുമൊക്കെ ഭീകരപ്രവർത്തനമായി, തീവ്രവാദമായി വിശേഷിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത. ഇത് പരാജയപ്പെടുമ്പോഴൊക്കെ ഭീകരവാദമാണ്, വിജയിച്ചാൽ നമുക്കറിയാവുന്ന പോലെ സ്വാതന്ത്ര്യ സമരവുമാണ്. ഭഗത് സിംഗ് ഇന്ത്യയിൽ നടത്തിയ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ പോരാട്ടത്തെ ബ്രിട്ടനും അന്ന് ലോക മാധ്യമങ്ങളും പറഞ്ഞിരുന്നു ഭീകരപ്രവർത്തനം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഭഗത് സിംഗ് ഇന്ന് ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയും ഉജ്ജ്വലനായ വിപ്ലവ നായകനുമാണ്. തീർച്ചയായും ഈ സ്വാതന്ത്ര്യ സമരത്തെ ഇന്നത്തെ ലോകത്തിന് നേതൃത്വം നൽകുന്ന സാമ്രാജ്യത്വത്തിന്റെ കൈകളിൽ നിന്ന് ലോകഗതി മാറുമ്പോൾ സ്വാതന്ത്ര്യ സമരമായി, വിമോചന പോരാട്ടങ്ങളായി വിശേഷിപ്പിക്കും ഭാവി ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ നടക്കുന്നത് ചില വിവേകരഹിതമായ കാര്യമാണ്. അത് മധ്യപൂർവ്വ ദേശത്ത് ജനാധിപത്യപരമായ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും ശ്രമങ്ങളും നടക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചിതമായ ആ നാടുകളിൽ ജനാധിപത്യപരമായ ഭരണ സംവിധാനത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. പക്ഷെ എവിടെ അത്തരം തെരഞ്ഞെടുപ്പുകൾ നടന്ന് ആ രാജ്യത്തെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ വിജയിക്കുന്നു, അപ്പോൾ സാമ്രാജ്യ ശക്തികളും അവിടെ പിണയാളുകളും ഇടപെടുന്നു. അതാണ് അൾജീരിയയിൽ സംഭവിച്ചത്, അതാണ് ഒരിക്കൽ തുർക്കിയിൽ സംഭവിച്ചത്. ഒരു പക്ഷേ ഇനി ഹമാസിനെതിരെ സംഭവിക്കാൻ സാധ്യതയുള്ളതും അത്തരമൊന്നാണ്. അപ്പോൾ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന, ആദർശത്തെ പ്രതിനിധീകരിക്കുന്ന ഭരണകൂടങ്ങൾ വരികയില്ല എന്നും സാമ്രാജ്യത്വത്തിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധ്യമല്ല എന്ന് വരുമ്പോൾ നിരാശരായ, അവിവേകികളായ, അപക്വമതികളായ ഒരു പറ്റം ചെറുപ്പക്കാർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, അതാണ് ഈ ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോവുക, വിമാനത്തിൽ ബോംബ് വെക്കുക, അതുപോലെ തന്നെ ചിലയുള്ള അവിവേകഭരിതമായ കാര്യങ്ങൾ. തീർച്ചയായും അത് ഇസ്ലാമിക വിരുദ്ധമാണ്, അത് ഇസ്ലാം അതിനോട് അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇത് വേട്ടക്കാരുടെ അഥവാ സാമ്രാജ്യ ശക്തികളുടെ ഭീകരപ്രവർത്തനത്തെയും തീവ്രവാദത്തെയും അപേക്ഷിച്ച് 0.001 ഉള്ളൂ. അതിനെയാണെങ്കിൽ ലോക ഇസ്ലാമിക സമൂഹവും പണ്ഡിതന്മാരും ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല. അത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തെറ്റുമാണ്. നിരപരാധിയായ ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒമിൻ അജലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായേൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലന്നാസ ജമീഅൻ. അകാരണമായി നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തിലെ 630 കോടി മനുഷ്യരെ കൊല്ലുന്നത് പോലെയാണ്. ഒരാൾക്ക് ജീവിക്കാൻ അവസരമൊരുക്കുന്നത് 630 കോടി മനുഷ്യർക്ക് ജീവനേകുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ പ്രതീകമായ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയുള്ളവരോട് കരുണ കാണിക്കൂ, ഉപരിലോകത്തുള്ള നിങ്ങളോടും കരുണ കാണിക്കും. ലാ യർഹമുല്ലാഹു മല്ലാ യർഹമുന്നാസ, ജനത്തോട് കരുണ കാണിക്കാത്തവർ അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്ന ആദർശം കാരുണ്യത്തിന്റെ ആദർശമാണ്. ഇസ്ലാം എന്ന പദം പ്രതിദാനം ചെയ്യുന്ന പോലെ സമാധാനത്തിന്റെ ദർശനമാണ്. തീർച്ചയായും നിരപരാധരായ മനുഷ്യരെ കൊല്ലുന്ന പ്രതിഭീകരത എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ അവിവേകികളായ, അപക്വരായ വിഭാഗം ചെയ്യുന്ന 0.001% വരുന്ന ഈ പ്രവർത്തനം ഇസ്ലാമിന് അനുകൂലിക്കാൻ കഴിയുന്നതല്ല. ഈ ചരിത്രഘട്ടത്തിൽ ഇസ്ലാമിന്റെ കാരുണ്യവും സമാധാനവും ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ലോകത്ത് നടക്കുന്ന ഈ ഭീകരതയ്ക്കെതിരെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമൊക്കെ തന്നെ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിൽക്കുകയില്ല. കാരണം അത് ഇരകളുടെ അട്ടഹാസമാണ്, ഇരകളുടെ രോദനമാണ്. ഇരകളുടെ രോദനം നടക്കണമെങ്കിൽ വേട്ടക്കാരുടെ വേട്ട നിന്ന് അവിടെ ക്രൂരമായ അട്ടഹാസങ്ങൾ നിൽക്കാതെ എത്ര ഫത്വക്കെട്ടുകൾ ഉണ്ടായാലും ഇരകളുടെ രോദനം, കരച്ചുകൾ നിൽക്കുകയില്ല. ഇരകളുടെ കരച്ചിൽ ചിലപ്പോൾ അല്പം പരാക്രമപരമാകുന്നുവെങ്കിൽ അത് അവരുടെ വിവേകരഹിതമായ ചില അവസ്ഥ കൊണ്ടാണ്. അത് അവസാനിക്കണമെങ്കിൽ സാമ്രാജ്യ ശക്തികളുടെ വേട്ട അവസാനിക്കേണ്ടതുണ്ട്, അവിടെ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതുണ്ട്, ദേശീയ ഭരണകൂടങ്ങളുടെ ഭീകരതയും അവസാനിക്കേണ്ടതുണ്ട്. അപ്പോഴേ ലോകത്ത് ശാന്തി ഉണ്ടാവുകയുള്ളൂ. എന്നാലും മുസ്ലിങ്ങളുടെ ബാധ്യത സമാധാനവും കാരുണ്യവും ഉയർത്തിപ്പിടിക്കലാണ്. ഇസ്ലാം സെപ്റ്റംബർ 11 സംഭവത്തിന് ശേഷം